അധികം സമയമൊന്നുമില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ചട്നിയാണ് കേട്ടോ, നമ്മുടെ തക്കാളി ചട്നി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ജാറിലേക്ക് ഒരു 2 തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ചട്നി ആയത് കാരണം കൊണ്ട് തക്കാളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 4 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടിക്ക് നല്ല എരിവായത് കാരണം കൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കടുകും കറിവേപ്പിലയും കൂടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി ചട്നി അടിപൊളിയായിട്ട് റെഡിയായി. അപ്പോൾ ഇത് ദോശയുടെ കൂടെ മാത്രമല്ല, നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് അഭിപ്രായമൊക്കെ നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. താങ്ക്